എന്തെങ്കിലും ഒരു ഭ്രാന്ത് നമുക്ക് വേണം. എന്തെങ്കിലും ഒരു ഭ്രാന്ത്. ചില ഭ്രാന്ത് ഉണ്ടാവും, ചിലക്ക് ക്രിക്കറ്റ് ഭ്രാന്ത്, ഫുട്ബോൾ ഭ്രാന്തൊക്കെ ഉള്ള ടീം ഉണ്ടാവും. അവിടെ നോക്കിയാല് രാവിലെ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം കളിക്കാൻ പോകണമെന്നുള്ള ചിന്തയിലായിരിക്കും. ഞായറാഴ്ച അവൻ കാത്തുക്കും ഇന്ന് കളിക്കാൻ പോകണമെന്നുള്ളത്. ഭ്രാന്താണത്. ചൂണ്ടിടൽ ഭ്രാന്ത്. വീട്ടിലേക്കുള്ള കറിക്ക് വാങ്ങിയ ചെമ്മീനെടുത്ത് ചൂണ്ടിയിട്ടിട്ട് അത് മുഴുവൻ മീനിന് കൊടുത്തിട്ട് വേറെ മീൻ വാങ്ങി ചെങ്ങായി വീട്ടിലോട്ട് പോകും. പിറ്റേ ദിവസം പിന്നെയും വന്ന് ചൂണ്ടിയിടും. യാത്ര ഭ്രാന്തുള്ള ആളുണ്ടാവും. ഒരു യാത്ര പോയി കഴിഞ്ഞാൽ കുറേ ദിവസം പിന്നെ ആ യാത്രയുടെ മെമ്മറിയിലുണ്ടാവുക. പിന്നെ അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്തെങ്കിലും ഒരു ഭ്രാന്ത് നമുക്ക് വേണം. ആ ഭ്രാന്ത് നമ്മളെ ലൈഫിൽ ഇങ്ങനെ കുറെ കൂടി ബ്യൂട്ടിഫുൾ ആക്കും, എന്റർടൈനിങ് ആക്കും, റിലാക്സിങ് ആക്കും. അങ്ങനത്തെ ഒരു ഭ്രാന്ത്. മറ്റുള്ളവർക്ക് ഭ്രാന്തായിരിക്കും, നമുക്കത് ഭ്രാന്താകാൻ പാടില്ല. എന്തെങ്കിലും ഒരു ഭ്രാന്ത് നമുക്ക് വേണം. എന്തെങ്കിലും ഒരു ഭ്രാന്ത്. ചില ഭ്രാന്ത് ഉണ്ടാവും, ചിലക്ക് ക്രിക്കറ്റ് ഭ്രാന്ത്, ഫുട്ബോൾ ഭ്രാന്തൊക്കെ ഉള്ള ടീം ഉണ്ടാവും. അവിടെ നോക്കിയാല് രാവിലെ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം കളിക്കാൻ പോകണമെന്നുള്ള ചിന്തയിലായിരിക്കും. ഞായറാഴ്ച അവൻ കാത്തുക്കും ഇന്ന് കളിക്കാൻ പോകണമെന്നുള്ളത്. ഭ്രാന്താണത്. ചൂണ്ടിടൽ ഭ്രാന്ത്. വീട്ടിലേക്കുള്ള കറിക്ക് വാങ്ങിയ ചെമ്മീനെടുത്ത് ചൂണ്ടിയിട്ടിട്ട് അത് മുഴുവൻ മീനിന് കൊടുത്തിട്ട് വേറെ മീൻ വാങ്ങി ചെങ്ങായി വീട്ടിലോട്ട് പോകും. പിറ്റേ ദിവസം പിന്നെയും വന്ന് ചൂണ്ടിയിടും. യാത്ര ഭ്രാന്തുള്ള ആളുണ്ടാവും. ഒരു യാത്ര പോയി കഴിഞ്ഞാൽ കുറേ ദിവസം പിന്നെ ആ യാത്രയുടെ മെമ്മറിയിലുണ്ടാവുക. പിന്നെ അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്തെങ്കിലും ഒരു ഭ്രാന്ത് നമുക്ക് വേണം. ആ ഭ്രാന്ത് നമ്മളെ ലൈഫിൽ ഇങ്ങനെ കുറെ കൂടി ബ്യൂട്ടിഫുൾ ആക്കും, എന്റർടൈനിങ് ആക്കും, റിലാക്സിങ് ആക്കും. അങ്ങനത്തെ ഒരു ഭ്രാന്ത്. മറ്റുള്ളവർക്ക് ഭ്രാന്തായിരിക്കും, നമുക്കത് ഭ്രാന്താകാൻ പാടില്ല.